മഹേഷ് നാരായണൻ്റെ സംവിധാനത്തിൽ മലയാളത്തിൻ്റെ ബിക്കംസ് മമ്മൂട്ടി മോഹൻലാലും മലയാളത്തിൻ്റെ മമ്മൂക്കയും ലാലേട്ടനും ഒന്നിച്ച് അഭിനയിച്ച് ഇന്ന് തിയേറ്റർ റിലീസായ സിനിമ. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പാട്രിയറ്റ്. ആദ്യം തന്നെ പാട്രിയറ്റ് എന്ന സിനിമയുടെ റിവ്യൂ അല്ല, എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ സിനിമ എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഫസ്റ്റ് ഡേ എനിക്ക് സിനിമ കാണാൻ കഴിഞ്ഞു. പാട്രിയറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ വർഷം വളരെയധികം ആൾക്കാർ പ്രതീക്ഷിച്ച് ഇരുന്നൊരു സിനിമയാണ്. 18 വർഷങ്ങൾക്ക് ശേഷമാണ് മമ്മൂട്ടി മോഹൻലാൽ ഒരു സിനിമയിൽ ഒന്നിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഹൈപ്പ് സിനിമയ്ക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു. ആൻഡ് ഈ ഇടയ്ക്കാണ് സിനിമയുടെ ബഡ്ജറ്റും പുറത്ത് 125 കോടിക്ക് മുകളിൽ സിനിമയുടെ ബഡ്ജറ്റ് വരുന്നുണ്ട്. ശ്രീലങ്ക, അമേരിക്ക, ദുബായ് പോലുള്ള പലയിടങ്ങളിലും സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിക്ക് മോഹൻലാലിനും ഉപരി നോക്കുകയാണെങ്കിൽ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, രേവതി, നയൻതാര, അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റും സിനിമയ്ക്കകത്ത് അണിനിരക്കുന്നുണ്ട്. അപ്പോൾ സിനിമ എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഒരു സൈബർ ക്രൈം അതിനെ ബേസ് ചെയ്ത് വരുന്നൊരു സിനിമയാണ്. ഒരു സ്പൈ ത്രില്ലറായിട്ടാണ് സിനിമ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. സിനിമയുടെ കാസ്റ്റിംഗ്, സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സിനിമയുടെ സിനിമോട്ടോഗ്രാഫി, പടത്തിൻ്റെ മ്യൂസിക്, ആക്ടേഴ്സ് ചോയ്സ് എല്ലാം വളരെ നന്നായിട്ടുണ്ടായിരുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു എബവ് ആവറേജ് നിൽക്കുന്ന ഒരു സിനിമയായിട്ട് പേഴ്സണലി ഫീൽ ചെയ്തു. ആൻഡ് എസ്പെഷ്യലി ഈ പടത്തിൻ്റെ അകത്ത് വന്ന ആക്ടേഴ്സിനെയൊക്കെ എടുത്ത് പറയണം. അവർക്ക് എല്ലാവർക്കും തന്നെ സ്പെസിഫൈ ആയിട്ടുള്ള ചെയ്യാനുള്ള കാര്യങ്ങൾ സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നു. ചില റോൾസൊക്കെ വളരെ കണ്ണ് ചിമ്മുന്ന നേരത്ത് പോയി മറയുന്ന ചില കഥാപാത്രങ്ങളും ചില വലിയ പേരുകൾ ചെയ്തിട്ടുണ്ട്. അത് വളരെ വലിയൊരു കാര്യമായിരുന്നു. മലയാളം ഇൻഡസ്ട്രിയെ കുറിച്ച് നമ്മൾ എപ്പോഴും പൊക്കി അടിക്കാറുള്ള മെയിൻ കാരണം ഇത് തന്നെയാണ്. കാരണം ഈ സിനിമയ്ക്കകത്ത് ലാലേട്ടൻ ചെയ്ത കഥാപാത്രം എനിക്ക് തോന്നുന്നില്ല വേറൊരു സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമയ്ക്കകത്ത് അങ്ങനെ ഒരു റോളൊന്നും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ആ കഥാപാത്രത്തിനെ ജസ്റ്റിഫൈ ചെയ്ത് ഞാൻ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. പക്ഷേ നമുക്ക് വേറൊരു ഇൻഡസ്ട്രിയിൽ അത് ചെയ്യുമോ എന്നുള്ള കാര്യം വളരെ ഡൗട്ട് തന്നെയാണ്. നേരത്തെ പറഞ്ഞ സിനിമ തുടങ്ങി ഒരു 15 മിനിറ്റിൽ തന്നെ സിനിമയുടെ കഥ എന്താണ് നമ്മളിത് പറയുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ ടൈം ഇത് പ്രെഡിക്റ്റബിൾ ആയിട്ടൊരു സിനിമയായിരുന്നു. ആൻഡ് സിനിമയ്ക്കകത്ത് ആക്ച്വലി ഒരു കിഡ്നാപ്പിംഗ് സീൻ നടക്കുന്നുണ്ട്. അത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. സിനിമയ്ക്കകത്ത് ഫൈറ്റ് സീക്വൻസ് ഒക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കാർ ചേസ് ഒക്കെ ആക്ച്വലി നല്ല പ്രിറ്റി ഗുഡായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടൻ്റെ ഇൻട്രോയിൽ ഒരു ഫൈറ്റ് സീൻ വരുന്നുണ്ട്. അതും ആക്ച്വലി കുറച്ച് ഇൻ്റലിജൻ്റ് ആയിട്ട് ഹാൻഡിൽ വെച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ആൻഡ് പടത്തിൻ്റെ ഒരു ഫ്ലൈറ്റ് ഫൈറ്റർ ജെറ്റ് ഫഹദ് ഫാസിൽ ഓട്ടിക്കുന്ന ഒരു സീന്. അത് CG ആണ് നമുക്കറിയാം, പക്ഷെ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ നമുക്ക് ത്രഷ് ഹോൾഡ് കിട്ടുന്നുണ്ട്. അത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു പടത്തിനെ കുറിച്ച് എനിക്ക് പറയാൻ നേരത്തെ ഒരു പുതിയ കോൺസെപ്റ്റായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. ഇതിനു മുമ്പ് ഇതേ കോൺസെപ്റ്റിൽ തമിഴിൽ ആക്ച്വലി ഒരു സിനിമ രജനീകാന്ത് അഭിനയിച്ച് വന്നിട്ടുണ്ട്. അമിതാഭ് ബച്ചനും ആ പടത്തിൻ്റെ അകത്തൊരു ക്യാമിയോ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വേട്ടയൻ എന്നൊരു സിനിമ. ആ സിനിമയ്ക്കകത്തും ഏകദേശം ഇതേ ഒരു കോർ പ്ലോട്ട്, ഇതേ പ്ലോട്ടായിരുന്നു ആ സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നത്. അത് കുറച്ചുകൂടെ കൊമേഴ്ഷ്യലി വന്നൊരു സിനിമയായിരുന്നു. അതിൽ ഫഹദ് ഫാസിൽ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അതിനെ കുറച്ചും കൂടെ ക്ലാസിക്കലാക്കി ഒരു മഹേഷ് നാരായണ ടച്ച് കൊടുത്ത് വേറെ രീതിയിൽ ഈ പടത്തിലൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹൂ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഓൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള അത്യാവശ്യം കുറച്ച് നല്ല മൊമെൻറ്റ്സ് ഉള്ളൊരു സിനിമയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഇതൊരു ഭയങ്കര ഒരു കൊമേഴ്ഷ്യൽ അങ്ങനെ ഒരു സിനിമയല്ല, ഒരു ക്ലാസിക് സ്പൈ ത്രില്ലർ എന്ന രീതിക്കൊക്കെ ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ട് എനിക്ക് ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു സ്പൈ ത്രില്ലറായിട്ട് കുറച്ച് റിയാലിറ്റി ആയിട്ട് കുറച്ചും കൂടെ അടുത്ത് നിൽക്കുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ആൻഡ് നിങ്ങൾ ഈ പടം കണ്ടോ, നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടോ, ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ദിവസം മറ്റൊരു കാണാം. അതുവരേക്കും ബൈ.